നമ്മൾ ഈ KSF നിന്നും മറ്റ് ചിട്ടി കമ്പനിയിൽ നിന്നും ഒക്കെ ചിട്ടി പിടിക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? എത്ര രൂപ ലാഭം അല്ലെങ്കിൽ നഷ്ടം കിട്ടി എന്നെങ്ങനെ കണ്ടുപിടിക്കാം? പിന്നെ KSF നിന്നൊക്കെ ചിട്ടി പിടിക്കുമ്പോൾ നമുക്ക് കയ്യിൽ എത്ര രൂപ കിട്ടും? ഇത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാനൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇതൊരു മൾട്ടി കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ്. അത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തരാം. ഈ സ്ക്രീനിൽ ഈ റൈറ്റ് സൈഡിൽ സെൻട്രൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആൻഡ്രോയിഡ് ആപ്പാണ് അത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വേണം ഇത് കണ്ടുപിടിക്കാൻ. ഇത് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഇതങ്ങ് ഓപ്പൺ ചെയ്യുക. ഇതിൽ മുകളിൽ നോക്കിയോ 1, 2, 3 ചിട്ടി കാൽക്കുലേറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നോക്കിയോ സെക്കൻഡ് ചിട്ടി പ്രോഫിറ്റ് ലോസ് കാൽക്കുലേറ്റർ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിലേറ്റവും മുകളിൽ ചിട്ടി സെല, എത്ര രൂപയുടെ ചിട്ടിയാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു ചിട്ടി പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഇടാൻ പോവുകയാണ്. നിങ്ങളിത് പിടിച്ച ചിട്ടിയുടെ ഡീറ്റെയിൽ നിങ്ങൾ ഇടണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്. ഞാനിപ്പോൾ ഒരു 10 ലാഖിൻ്റെ ഒരു ചിട്ടിയാണ്, 10 ലക്ഷത്തിൻ്റെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് 100 തവണയുടെയാണ്. ഇപ്പോൾ താഴെ വന്ന ഓൾറെഡി മന്ത്ലി 10,000-ൻ്റെയാണ്. അതിൻ്റെ താഴെ കറണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് നമ്പർ, എത്രാമത്തെ തവണയാണ് നിങ്ങൾ പിടിച്ചത്. ഇപ്പം ഞാൻ 51, 51-ാം തവണയാണ് ഞാനത് ഇട്ടു. പിന്നെ ചിട്ടിയുടെ ലേലം വിളിച്ച തുക, ഓപ്ഷൻ എമൗണ്ട്, ഞാനത് 1.5 ലക്ഷത്തിനാണ് പിടിച്ചത്. അതിട്ടു, 1.5 ലക്ഷം രൂപ ഇട്ടു. ഇനിയാണ് നമുക്ക് താഴത്തെ കോളം ആൻറ്റിസിപ്പേറ്റഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് നമ്മൾ ഈ പിടിച്ച തുക എത്ര ശതമാനത്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സപ്പോസ് നിങ്ങളൊരു 12% പേഴ്സണൽ ലോൺ ക്ലോസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ 12% ഇടണം. അല്ലെങ്കിൽ ഒരു 8% FD ഇടാൻ പോവുകയാണെങ്കിൽ 8% അവിടെ ഇടണം. എത്ര ശതമാനത്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത്. വല്ലോ പ്രൈവറ്റ് വല്ല ലോൺ വല്ലോ ആണ് 16% ഒക്കെയാണ് 16% ഇടണം. അപ്പോൾ എത്ര ശതമാനത്തിനാണ് നിങ്ങൾ പിടിച്ച തുക മുഴുവൻ ഉപയോഗിക്കുന്നത് അതങ്ങ് ഇടണം. ഞാൻ 8% FD ഇടാൻ പോവുക എന്നുകൊണ്ട് ഞാൻ 8% ഇട്ടു, 8% ഇട്ടു. ഇനി ജസ്റ്റ് ഈ കാൽക്കുലേറ്റ് ബട്ടൺ താഴെയുണ്ട്, അതിലങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ദേ വന്നു, പ്രോഫിറ്റിലാണ് എൻ്റെ ചിട്ടി പിടിച്ചേക്കുന്നത്. ഞാൻ 1,65,180 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ്. ഇനി അതിൻ്റെ താഴെ ഒരു ഡീറ്റെയിൽ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിലും കിട്ടും. 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. ഞാൻ കുറച്ച് പിടിച്ച് 1.5 ലക്ഷം രൂപ കുറച്ചാണ് പിടിച്ചേക്കുന്നത്. എനിക്ക് പിന്നെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട്, പ്രൈസ് മണി എമൗണ്ട്, അത് KSF നമുക്ക് തരുന്നത്. ഇത് KSF ചിട്ടിയുടെ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. 8,40,764 രൂപ GSTയും അവരുടെ കമ്മീഷനും എല്ലാം കഴിച്ച് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ഈ പൈസ തന്നെ നമ്മൾ FD ഇട്ട് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ 8% അല്ലേ കൊടുത്തിരിക്കുന്നത്, ആ 8% FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിട്ടി മച്ചുവർ ആകുമ്പോൾ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് താഴെ കാഴ്ചവെക്കുന്നത്. 11,65,180 രൂപ കിട്ടും. അത് നിങ്ങൾ ലോൺ അടയ്ക്കാനാണെങ്കിൽ ആ 12 ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഈ വാല്യൂ, അതിൻ്റെ അത്രയും വാല്യൂ ആകും. അത് പ്രോഫിറ്റാണ്. നമ്മുടെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റാണ് കിട്ടിയേക്കുന്നത് 1,60,000.